നമസ്കാരം. SV ജേണലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമുക്കറിയാം, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ഏതാനും ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. ഫലമറിയാൻ ഇനിയും ദിവസങ്ങൾ കാത്തിരിക്കണം. ഏകദേശം മെയ് മാസം 4 വരെ നമുക്ക് കാത്തിരിക്കേണ്ടതുണ്ട്. എന്നാൽ ചിലരുടെ ഭാവം കണ്ടു കഴിഞ്ഞാൽ തോന്നും അവർ ഏകദേശം 100-ലധികം സീറ്റ് നേടിക്കൊണ്ട് ഇവിടെ വിജയിച്ച് നിൽക്കുകയാണ് എന്ന്. ചിലരങ്ങനെയാണ് കരുതി വച്ചിരിക്കുന്നത്. നമുക്കറിയാം, മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്ന ചർച്ചകൾ പൊടിപിടിച്ച് നടക്കുന്നു. ഇതിൻ്റെ പേരും പറഞ്ഞുകൊണ്ട് അവർ 3 പേരായി തിരിഞ്ഞു നിന്നുകൊണ്ട് തമ്മിത്തല്ലുന്നു. പാർട്ടി 3ആയി തരംതിരിഞ്ഞു പോകുന്നു. എന്നിട്ട് 3 വിഭാഗത്തിലും സൈബർ അണികളായി മാറുന്നു. അങ്ങനെ 3 വിഭാഗങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചേരി തിരിഞ്ഞ് നിന്ന് പരസ്പരം പോരടിച്ചുകൊണ്ട് നിൽക്കുന്ന ആ പലരുടെയും അപദാനങ്ങൾ വാഴ്ത്തിപ്പാടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്നു. അതായത് മുഖ്യമന്ത്രി ആര് എന്ന് പറയുന്ന ഒരു ചോദ്യം. അപ്പോൾ ഇതുവരെ മുഖ്യമന്ത്രി ആരാകണം എന്നുള്ള കാര്യത്തിൽ ഒരു സമവായത്തിൽ എത്താൻ കഴിയാത്ത ഒരു മുന്നണിയാണ് UDF. ഈ UDF ഒന്നും മൊത്തത്തിൽ പറയുന്നില്ല. കാരണം ആർക്കും വേറെ ലീഗിനോ RMPക്കോ അല്ലെങ്കിൽ CMB തുടങ്ങിയ പാർട്ടികൾക്കോ ഒന്നും ഈ രക്തത്തിൽ പങ്കില്ല. PJ ജോസഫിൻ്റെ പാർട്ടിക്ക് പോലും ഈ രക്തത്തിൽ പങ്കില്ല. ഇതിനകത്ത് പൂർണ്ണമായും കോൺഗ്രസിനകത്ത് നടക്കുന്ന ഒരു വലിയ ഭിന്നതയാണെന്നേ. ആരായിരിക്കണം മുഖ്യമന്ത്രി? എന്നാൽ ഇതൊരിക്കൽ പോലും ഒരു സമവായത്തിൽ എത്താതെ മുന്നോട്ട് പോകുന്ന ഒരു കാര്യമാണ് എന്നുള്ള കാര്യം കേരളത്തിലുള്ളവർക്കറിയാം. ഇവരിങ്ങനെയാണ്. അധികാരം കിട്ടുമെന്നാകുമ്പോൾ ഇവിടെ അധികാരം കിട്ടിയോ എന്ന് ചോദിച്ചാൽ ഇല്ല. 100 സീറ്റ് എന്ന് പറയുന്ന ഒരു വലിയ മാജിക്കൽ ഫിഗറിലേക്ക് കോൺഗ്രസ് പാർട്ടി അല്ലെങ്കിൽ UDF എത്തുമോ എന്നുള്ള കാര്യത്തിലും ഇപ്പോഴും നിലവിൽ സംശയമുണ്ട്. എന്നിട്ട് കൂടിയും മുഖ്യമന്ത്രി ആരാകണം എന്നുള്ളതിനെ ചൊല്ലി തർക്കം നടന്നുകൊണ്ടിരിക്കുന്നു. എന്നാൽ അതവിടെ കഴിയുന്നില്ല. മുഖ്യമന്ത്രിയുടെ ചർച്ച മാത്രമാണ് നമ്മൾ ഇതുവരെ ആലോചിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ അങ്ങനെയല്ല. ഇപ്പോൾ വകുപ്പ് വിഭജനം സംബന്ധിച്ചും ചർച്ചകൾ പുരോഗമിക്കുകയാണ് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ ഇനിയിപ്പോൾ ആരൊക്കെ മന്ത്രിമാരാകണം, എന്തു തന്നെയാണെങ്കിലും 10 മന്ത്രിമാർ കോൺഗ്രസിൽ നിന്നുണ്ടാകണം എന്നുള്ള കാര്യത്തിൽ തീരുമാനമെടുത്തു കഴിഞ്ഞിരിക്കുന്നു. 10 മന്ത്രിമാർ. ബാക്കി വരുന്ന 11 മന്ത്രിസ്ഥാനം, അത് 21 മന്ത്രിമാരാണല്ലോ മൊത്തം ഉള്ളത്. അതിൽ ബാക്കി വരുന്ന 11 മന്ത്രിസ്ഥാനം ബാക്കി ഘടകകക്ഷികൾക്ക് വിട്ടുകൊടുക്കണം. മുസ്ലിം ലീഗിന് 5, അങ്ങനെ RMP ഇത്തവണ വേണ്ട എന്നാണ് പറഞ്ഞിരിക്കുന്നത്. RMP നമ്മുടെ KK രമയുടേത്. കാരണം ഈ UDFൻ്റെ ആശയങ്ങളുമായി പൊരുത്തപ്പെട്ട് മുന്നോട്ട് പോകാൻ RMPക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് KK രമ വ്യക്തമാക്കിയത്. അതുകൊണ്ട് തന്നെ ഇത്തവണ മന്ത്രിസ്ഥാനത്തെക്കുറിച്ച് ആലോചനയിലില്ല തന്നെ. അപ്പം KK രമ എന്തുകൊണ്ടാണ് ഇവിടെ നിൽക്കുന്നത് നമുക്കറിയാം. UDFൽ നിൽക്കുന്നത്. നാളെ ഒരു ഘട്ടത്തിൽ പിണറായി വിജയൻ മുഖ്യമന്ത്രിയാകാനില്ല അല്ലെങ്കിൽ മത്സര രംഗത്തില്ലെങ്കിൽ നാളെ ഒരു ഘട്ടത്തിൽ RMPയിലെ KK രമ തീർച്ചയായും LDF എന്ന് പറയുന്ന മുന്നണിയിൽ ചേർന്ന് നിന്നുകൊണ്ട് പ്രവർത്തിക്കും. LDFൻ്റെ ഒരു MLA ആകാനുള്ള സാധ്യത നമ്മുടെ മുന്നിൽ ഇപ്പോഴേ ഉണ്ട് എന്ന് നമുക്ക് കാണാം. അപ്പോൾ KK രമ ഒഴിവായി മാറിയിരുന്നു. CMBയിൽ എന്തായാലും ഒരു മന്ത്രി കൊടുത്തേ പറ്റൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നോക്കിക്കഴിഞ്ഞാലും ഒരു 11 മന്ത്രിസ്ഥാനം ആ വഴിക്ക് അങ്ങ് പോകും. അപ്പോൾ 10 പേർക്ക് മന്ത്രിയാവും. ഇനി ആരൊക്കെ ഏതൊക്കെ വകുപ്പുകൾ വേണം എന്നുള്ളത് സംബന്ധിച്ചും ഇവരുടെ ഇടയിൽ, അതായത് കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ വലിയ കൊടുമ്പിരിക്കൊണ്ട ചർച്ചകളാണ് നടക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടൊരു യോഗം വിളിക്കുക കൂടി ചെയ്തു. നമുക്കറിയാം, കേരളം ഒന്നാകെ ഞെട്ടിത്തരിച്ചു പോയ ഒരു സംഭവമാണ് തൃശ്ശൂരിലെ വെടിക്കെട്ടപകടം. ആ വെടിക്കെട്ടപകടം നടക്കുന്ന സമയത്ത് UDFൻ്റെ നേതാക്കന്മാർ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ കൂടിയിരുന്ന് ആലോചിച്ചത് എങ്ങനെയായിരിക്കണം മന്ത്രിസഭ രൂപീകരണം നടത്തേണ്ടത്, ആരൊക്കെ ആവണം കോൺഗ്രസിൽ നിന്നുള്ള മന്ത്രിമാർ എന്നായിരുന്നു. എന്ത് വിരോധാഭാസമാണല്ലേ. ഏതെങ്കിലും ഒരു പാർട്ടി ഇതുപോലെ ഒരു തെരഞ്ഞെടുപ്പ് കഴിയുന്നു. തെരഞ്ഞെടുപ്പിൻ്റെ ഇവർക്ക് സത്യം പറഞ്ഞ ഈ കോൺഗ്രസ്സുകാരോട് ആരോടെങ്കിലും പറഞ്ഞു കൊടുക്കണം. ആരെങ്കിലും വിവരമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കുക. ആ CP ജോണിനെങ്കിലും അറ്റ്ലീസ്റ്റ് പറഞ്ഞു കൊടുക്കാമായിരുന്നു. കാരണം ഇത് ശരിക്കും പറഞ്ഞാൽ ഏപ്രിൽ മാസം 9-ാം തീയതി കഴിഞ്ഞത് വോട്ടെണ്ണലല്ല എന്നും അത് വെറും വോട്ടെടുപ്പ് മാത്രമായിരുന്നു എന്നും തന്നെയുമല്ല, അതിൻ്റെ എടുത്ത ജനങ്ങൾ ആരെയാണ് തിരഞ്ഞെടുത്തത് എന്നുള്ളതിൻ്റെ അന്തിമ ഫലം ഇന്നുവരെ വന്നിട്ടില്ല എന്നുള്ള കാര്യം പറഞ്ഞു കൊടുക്കണം. തന്നെയുമല്ല, ചില മാധ്യമങ്ങൾക്കും ചില ഏജൻസികൾക്കും കയ്യിൽ കിടക്കുന്ന കാശ് അങ്ങോട്ട് കൊടുത്തിട്ട് തങ്ങൾക്ക് അനുകൂലമായി സർവേ നടത്തി അവതരിപ്പിക്കുക, അല്ലെങ്കിൽ അവതരിപ്പിക്കാൻ വേണ്ടി മാത്രമായിരുന്നു, അല്ലെങ്കിൽ അതായിരുന്നു ഇതുവരെ വന്ന ഫലങ്ങളെല്ലാം എന്നുള്ള കാര്യം അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടത് അനിവാര്യതയാണ്. ഇല്ലെങ്കിൽ ഈ പറയുന്നവർ വീണ്ടും വീണ്ടും ഈ രീതിയിൽ കോമാളി വേഷം കെട്ടിക്കൊണ്ടേയിരിക്കും അനുദിനം. അവരിങ്ങനെ തന്നെ മാറിയിരുന്നു കൊണ്ട് മിക്കവാറും ഈ പറയുന്ന പോലെ ഓരോ ദിവസവും ഓരോ സർവേകൾ ഇങ്ങനെ പുറത്തേക്ക് വരും. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മന്ത്രിസഭാ യോഗം വിളിക്കും. ഇനി നാളെ നമ്മൾ ആരും അറിയില്ല, ഒരുപക്ഷെ ഇവരൊരു മന്ത്രിസഭാ യോഗം തന്നെ കൂടും. മന്ത്രിസഭാ യോഗം കൂടിക്കൊണ്ട് ചില തീരുമാനങ്ങൾ അവനങ്ങ് പാസ്സാക്കും. ചില തീരുമാനങ്ങൾ എടുക്കും. ചില തീരുമാനങ്ങൾ എടുത്തുകൊണ്ട്
പിന്നെ എന്നിട്ട് നാളെ മാധ്യമങ്ങളെ വിളിച്ച് വരുത്തി മുഖ്യമന്ത്രിയായി വി ഡി സതീശൻ, അല്ലെങ്കിൽ സാധാരണ മന്ത്രിസഭാ യോഗ വിശദീകരണം ഉണ്ടല്ലോ എന്ന് പറയുന്ന പോലെ വി ഡി സതീശൻ വന്നിരുന്നുണ്ട്, മന്ത്രിസഭാ യോഗ വിശദീകരണം നടത്തുകയും ചെയ്യും. അപ്പോൾ അതുവരെയും കാര്യങ്ങളെത്തും. കാര്യം അത്രത്തോളം നിലവിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമാണ് കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം. ഒട്ടുമിക്ക മണ്ഡലങ്ങളും കൈവിട്ടു പോകുന്നു എന്നുള്ള ഒരു തോന്നൽ ഇപ്പോൾ തന്നെ ഈ പറയുന്ന കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അതിൻ്റെ പല നീക്കങ്ങൾ നമ്മൾ കണ്ടു തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. കോഴിക്കോട് ജില്ലയിൽ തന്നെ ഇപ്പോൾ തന്നെ 2 ഷുവർ സീറ്റ് കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു. ഒന്ന് നമുക്കറിയാവുന്ന പോലെ ബേപ്പൂരും മറ്റൊന്ന് പേരാമ്പ്രയും. ഈ 2 സീറ്റുകൾ ഉറപ്പിച്ചു LDF. കാരണം എന്താണ്? ആ പറയുന്ന ബേപ്പൂർ മണ്ഡലത്തിലുണ്ടായിരുന്ന UDFിൻ്റെ സ്ഥാനാർത്ഥിയായ PV അൻവർ പുറത്തേക്ക് പോയിരിക്കുന്നു. അദ്ദേഹം ഇറങ്ങിപ്പോയിരിക്കുന്നു. വേറൊരു പാർട്ടി ഈ പറയുന്ന മെയ് മാസം 15-ാം തീയതി രൂപീകരിക്കുമെന്ന് പറഞ്ഞിട്ട്, ഒരുപക്ഷെ ഇതിന് തലയ്ക്ക് ചൂടടിച്ചിട്ടാണോ എന്ന് അറിയത്തുമില്ല. അപ്പോൾ അദ്ദേഹം തോൽവി ഉറപ്പിച്ചിട്ടാണ് അദ്ദേഹം പുറത്തേക്ക് പോകുന്നത്. അപ്പോൾ ബേപ്പൂർ മണ്ഡലത്തിൽ PV അൻവർ തോൽവി ഉറപ്പിച്ചു. നമുക്കറിയാവുന്ന പേരാമ്പ്ര മണ്ഡലത്തിൽ മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥിയായ ഫാത്തിമ തഹ്ലിയ ഉറപ്പിച്ചു തോൽവി. അതിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞ ദിവസം വലിയ മാധ്യമങ്ങളുടെ മുന്നിൽ വന്നു നിന്നുകൊണ്ട് വലിയ നാടകങ്ങൾ കളിച്ചു. കൃത്യമായി സ്ക്രിപ്റ്റഡായി അവതരിപ്പിക്കാൻ ശ്രമിച്ച ആ നാടകം പക്ഷേ പലയിടങ്ങളിലും വളരെ വളരെ പാളിപ്പോയി എന്നുള്ള കാര്യം പൊതുജനത്തിന് മനസ്സിലായി. സ്ട്രോങ് റൂം തുറക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആദ്യത്തെ വിവാദം ഉണ്ടാക്കുന്നത്. എന്നിട്ട് ഇപ്പോൾ ഫാത്തിമ തഹ്ലിയ എന്ന് പറയുന്ന വനിതാ നേതാവ് കോൺഗ്രസിനും കല്ലുകടിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഈ പറയുന്ന ഇങ്ങനെയൊരു നേതാവിനെ ചുമക്കേണ്ട ഗതികേട് കോൺഗ്രസിന് അല്ലെങ്കിൽ UDF എന്ന് പറയുന്ന മുന്നണിക്കുണ്ടായോ എന്ന് വരെ പ്രവീണിന് തോന്നിത്തുടങ്ങി. പ്രവീൺ കുമാറിന് മുസ്ലിം ലീഗും തള്ളിക്കളഞ്ഞിരിക്കുന്നു. ഇങ്ങനെയൊരു നേതാവിനെ എന്തിനു ചുമക്കണം? തുടക്കത്തിൽ തന്നെ ഈ മുസ്ലിം ലീഗിൻ്റെ ഈ ഫാത്തിമ തഹ്ലിയ സ്ഥാനാർത്ഥിയാകുന്നതിനെതിരായി നൂർബിന റഷീദ് എന്ന് പറയുന്ന വനിതാ ലീഗിൻ്റെ നേതാവ് ശക്തമായി വിമർശനം ഉന്നയിച്ചിരുന്നതാണ്. അനർഹയായ ഒരാളെയാണ് സ്ഥാനാർത്ഥിയാക്കാൻ പോകുന്നത് എന്ന് വരെ പറഞ്ഞിരുന്നു. അപ്പോൾ കോഴിക്കോട് എന്ന് പറയുന്ന ഒരു മണ്ഡലം അല്ലെങ്കിൽ ജില്ല സംബന്ധിച്ച് 2 പരാജയം സംഭവിച്ചു നിൽക്കുന്ന ഒരു പാർട്ടി കൂടിയാണ് കോൺഗ്രസ്. അതുകൊണ്ടാണ് പറഞ്ഞത് ഇങ്ങനെ പലയിടങ്ങളും കൈവിട്ടു പോകും എന്ന് ഉറപ്പുണ്ടായ സാഹചര്യത്തിൽ കോൺഗ്രസ്സിലുള്ളവർക്ക് സ്ഥലജല വിഭ്രാന്തി ബാധിക്കുക എന്ന് പറയും. ആ രീതിയിലുള്ള എന്തെങ്കിലും ഒരു അവസ്ഥയിലേക്ക് പോയിട്ടുണ്ടോ എന്ന് നമ്മൾ സംശയിക്കേണ്ടി വരുന്നു. മുഖ്യമന്ത്രി ചർച്ചകൾ ഒരു വശത്ത് നടക്കുന്നു, അതിനിടയിൽ മന്ത്രി ആരാവണം എന്നുള്ള ചർച്ചകൾ ഒരു വശത്ത് നടക്കുന്നു, ഏതൊക്കെ വകുപ്പുകൾ ആർക്കൊക്കെ നൽകണം എന്നത് സംബന്ധിച്ച് ചർച്ചകൾ നടക്കുന്നു. ഇനിയും മന്ത്രി ആയിക്കഴിഞ്ഞാൽ KPCC അധ്യക്ഷ സ്ഥാനം രാജിവെക്കുന്നതിനെക്കുറിച്ച് സണ്ണി ജോസഫ് ആലോചിക്കുന്നു. ഈ സണ്ണി ജോസഫ് എന്ത് ധൈര്യത്തിൻ്റെ പുറത്ത് ഇത് ആലോചിക്കുന്നത്? ഒന്നുമില്ലെങ്കിൽ കുറച്ചുകൂടെ കഴിയുമ്പോൾ മെയ് 4-ാം തീയതി കഴിയുമ്പോൾ സണ്ണി ജോസഫിന് KPCC അധ്യക്ഷ സ്ഥാനമെങ്കിലും ഉണ്ടാകും. ചിലപ്പോൾ, ഉറപ്പില്ല അക്കാര്യത്തിലും. എന്തായാലും പേരാവൂർ എന്ന് പറയുന്ന മണ്ഡലത്തിൽ നിന്നുകൊണ്ട് ശൈലജ ടീച്ചറിനെ അവിടുത്തെ വിജയിപ്പിക്കുമെന്നേ. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സണ്ണി ജോസഫിനെ കൊണ്ട് ആ നാട്ടുകാർക്ക് ഗുണമില്ല. തന്നെയല്ല, കെ സുധാകരൻ്റെ ഒരു വലിയ വിഭാഗം ആളുകൾക്ക് കൃത്യമായി അറിയാം കെ സുധാകരൻ എന്ന് പറയുന്ന ഒരു നേതാവിനെ തകർത്ത് തരിപ്പണമാക്കി ഈ പരുവത്തിലാക്കിയിട്ടതിൻ്റെ ഈ പറയുന്ന സണ്ണി വക്കീലിന് നല്ല പങ്കുണ്ട് എന്ന് അവിടുത്തെ ഒരു വിഭാഗം ആൾക്കാർക്ക് അറിയാം. അപ്പോൾ ആ വഴിയിലും സണ്ണി ജോസഫിന് രക്ഷയില്ലാണ്ടായി. അപ്പം ഇതിൻ്റെ എല്ലാം ഒരു ആകെ തുക എന്നുള്ള നിലയിലാണ് ഇപ്പോൾ കോൺഗ്രസ്സിലുള്ള എല്ലാ നേതാക്കന്മാർക്കും ഇപ്പോൾ ഒരു സ്ഥലജല വിഭ്രാന്തി ബാധിച്ചിരിക്കുന്നു. അവരിതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മന്ത്രിസഭാ രൂപീകരണം എന്നതടക്കം ഇനിയിപ്പോൾ ഈ ഗവർണർക്ക് കൊണ്ടുവന്ന് മന്ത്രിസഭ കത്ത് കൊടുക്കുമോ എന്നുള്ള കാര്യത്തിൽ വരെ നമ്മളിപ്പോൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം എവിടെയൊക്കെയോ വലിയൊരു തോൽവി തങ്ങളെ കാത്തിരിക്കുന്നു എന്നുള്ളൊരു ബോധ്യവും ഈ UDFിൻ്റെ പാളയത്തിൽ അങ്ങിങ്ങായി ഉയർന്നു തുടങ്ങിയിട്ടുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കേണ്ട ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.